നമ്മുടെ കൂടെയുള്ള ആളെന്താ അവിടെ പോയത്? ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്തു. അതെ സാർ, അത് ഞങ്ങൾ പറയണോ സാർ പറഞ്ഞു. പറയാം. അസിസ്റ്റന്റ് ഷെഫ് ഞങ്ങളുണ്ട്. അസിസ്റ്റന്റ് ഷെഫ് മീനാക്ഷി, ഇത് ഇത് ഞങ്ങളുടെ ആശാൻ മെയിൻ ഷെഫ് എസ് കുമാർ. സാധാരണ തിന്നുന്ന മാത്രമേ കാണാറുള്ളൂ, കുക്ക് ചെയ്യുന്ന ഞങ്ങൾ കാണാറുള്ളൂ. പാചകം തുടങ്ങി. ഞാൻ അസലായിട്ട് കുക്ക് ചെയ്യും. ഞാൻ സീസൺ 1 തൊട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ഇതുവരെ ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. ഞാനൊരു മട്ടൻ കറി വെക്കാം എന്ന് പറഞ്ഞു. തിന്നാൻ ആർക്ക് ധൈര്യമില്ല? അല്ലല്ല, നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് റിവ്യൂ പറഞ്ഞിട്ടുള്ള അങ്കിളുടെ മട്ടൺ സ്റ്റൂവിനെ പറ്റി എന്റെ മട്ടൻ സ്റ്റൂ ഞാനും കണ്ടിട്ടുണ്ട്. ചീഫിന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് പറയല്ല, ഞങ്ങളുടെ ചീഫ് ഒന്ന് തൊട്ടാ മതി, ടേസ്റ്റാ. അല്ല, ഇപ്പൊ എന്താണ് ഈ വേഷത്തിൽ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് പറയാം. വേറൊന്നുമില്ല. ഞാനൊരു കുട്ടിക്ക് കരിമീൻ കൊടുക്കാന്ന് പറഞ്ഞു. കാരണം ഞാൻ ഡെയിന്റെ വയറ്റിൽ നിന്ന് ഒരു ദിവസം ഒരു മീൻ എടുത്ത ഓർമ്മയുണ്ടോ? വലിയൊരു മീൻ ഓർക്കുന്നില്ലേ? ഒരു അപ്പൊ ആ കുട്ടി പറഞ്ഞു, പാവം കൊച്ചുകുട്ടിയല്ലേ, പറഞ്ഞു ഇതുപോലെ എനിക്ക് മീൻ വേണം. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ ഉണ്ടാക്കി തരും. അപ്പൊ ഞാൻ അങ്ങനെ കരിമീൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ വയറ്റിൽ നിന്ന് എടുത്തതുകൊണ്ട് തന്നെ എന്റെ വയറ് വെറും വയറായി. അതുകൊണ്ട് സാറിന്റെ കൂടെ കൂടിയതാ. അപ്പൊ പാചകവും പഠിക്കാം, എന്തെങ്കിലുമൊക്കെ തിന്ന്. തീർച്ചയായിട്ടും ഇതിലൊന്ന് തീർച്ചയായിട്ടും മീനൂട്ടിക്ക്, ഓക്കെ, ഒന്നാ കൊച്ചിന്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടിരിക്കുക. 3 മീനേ ഉള്ളൂ. മൂന്നെണ്ണേ ഉള്ളൂ അല്ലേ? പിന്നെ ചീഫ് ഒന്നും കഴിക്കില്ല. ചീഫ് ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തേ. ചീഫിന് അറിയാലോ, അതൊക്കെ ചീഫ് കഴിക്കില്ല. ഓക്കെ സാറേ, നമുക്ക് അപ്പോ നമ്മുടെ ഡിഷ് റിവീൽ ചെയ്താലോ എല്ലാവർക്കും? യെസ്. ഓക്കെ, കുട്ടിയെ നമ്മൾ വിളിക്കും. വിളിച്ചോ. വിളി അങ്ങോട്ട്. ശ്രേഷ്ഠ മീൻ തിന്നാൻ വന്ന കൊച്ചാണത്. അല്ല, മീൻ തിന്നാനൊരു മുയല് വരുന്നു. മുയല് മീൻ തിന്നില്ലല്ലോ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു പുതുമ. മുയലിനെ കൊണ്ട് മീൻ തീറ്റിപ്പിക്കാം. അത് കരിമീൻ. ഇനി മീൻ. മോളെ, ആ മണം എങ്ങനെയുണ്ട്? ഈ ഫിഷിന്റെ പേരെന്താ? കരിമീൻ. കരിമീന്റെ ഇംഗ്ലീഷ് എന്താ? ബ്ലാക്ക് ഫിഷ്. മോള് കഴിക്കുന്നോ? എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട്? കൊള്ളാന്നുള്ളൂ. റമി, മോക്ക് ഞങ്ങള് ഭയങ്കര നിരാശയിലായി പോയിട്ട്. എന്തായാലും രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഷെഫും കുഞ്ഞു ഷെഫും കൂടെ ഈ കുഞ്ഞു കൊടുക്കും, നമുക്ക് സങ്കടം വരുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. മട്ടനും ചെയ്യും, ഫിഷും ചെയ്തു തരും. ഇവിടെ നമ്മൾ രണ്ടുപേരും എന്നെ സഹായിച്ച രണ്ടുപേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കും. മുളകാ ഞാനൊരെണ്ണം തന്നു കഴിഞ്ഞാൽ അത് നിഷേധിക്കരുത്, അല്ലേ? അതെ, അത് മീനൂട്ടി കഴിക്കണം. ചീഫിന്റെ കൂടെ ശമ്പളവും ഇല്ല, ഞങ്ങൾ മുളക് തിരിച്ച് വെറുതെ ഞങ്ങള് ഇത്ര നേരം പൊക്കിയതല്ലേ ഞങ്ങൾ. ഒരു എല്ലെങ്കിലും ഒരു മുള്ളെങ്കിലും ഇതിന്റെ കൂടെ കഴിച്ചോളൂ. നല്ല മീനൂട്ടി വെജിറ്റബിൾസ് അതന്നെ കുഞ്ഞിന് മീന് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്കാന്ന് പറഞ്ഞിട്ട്. കഴിക്കുന്ന ശബ്ദം കേൾക്കാം. അത്രയും ടേസ്റ്റ് ആണ് ഞങ്ങളുടെ ചീഫ്. അതെ, ഉള്ളത് പറയാലോ, ഷെഫ് ഉണ്ടാക്കിയാൽ ഏറ്റവും ടേസ്റ്റി കുക്കുംബറിനാ. ഞാൻ കഴിക്കാം. മീനുട്ടിക്ക് ഇപ്പഴാണ് ഒരു ആശ്വാസമായത്. രണ്ടാമത് കിട്ടും ആണല്ലേ? വലിയ പീസ് മുള്ള് അല്ലല്ല, മുള്ളൊന്നുമില്ല. കണ്ണാക്കിലോട്ട് കേറുമ്പോ അറിയാം. കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇതാണ് നല്ല ഒരു പീസ്, അടിപൊളി. അത് പാത്ത് തുറന്നു നിൽക്കുക അവള്. മൊയില് മീൻ തിന്നുന്ന കാണുന്ന തന്നെ ഒരു ചേല അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മോളെ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.